ഹലോ, ഇതെൻ്റെ ഫ്രണ്ട് സലീം. ഫുട്ബോൾ പ്ലെയറാണ്, മെയിൻ ഫോർവേഡാണ്, അടിപൊളി കളിക്കാരനാണ്. ഇവന് 4 മാസത്തോളം നാട്ടിൽ പോയിട്ട് ഞങ്ങൾ ഒരുമിച്ചിട്ട് കളിച്ചിരുന്ന ആൾക്കാരാണ്. അങ്ങനെ ഇവന് സലാമൊക്കെ പറഞ്ഞ് ഞാൻ ഇവരോട് പറഞ്ഞ് വണ്ടി കയറിയൊക്കെ പുറത്ത് നല്ല ഇമ്മ്യൂണിറ്റി കൂടുതലുള്ള ഇവിടെ, അപ്പോൾ വേർക്കും പെട്ടെന്ന്. അതുകൊണ്ട് ഞാൻ വണ്ടി കയറിക്കാൻ പറഞ്ഞ് ഇവരോട് ചോദിച്ചു എന്ന് വന്നെന്ന് ചോദിച്ചപ്പോൾ 3-4 ദിവസം കഴിഞ്ഞിക്കണമെന്ന് പറഞ്ഞു. പിന്നെ ആയിക്കോട്ടെ, നമ്മളൊരു സെൽഫിയൊക്കെ എടുത്ത് അപ്പോൾ പറഞ്ഞ് ഇന്നിപ്പോൾ അവിടെ ഫുഡ് ഉണ്ടെങ്കിൽ ഫുഡ് കഴിച്ചിട്ട് പോവാ, എന്താ സ്പെഷ്യൽ എന്ന് ചോദിച്ചപ്പോൾ നെയ്ച്ചോറും കറിയും ഉണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ വീട്ടിൽ കയറി. അപ്പോൾ വീട്ടിൽ കയറിയപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടും ഉണ്ടായിരുന്നു അവിടെ. ഇവന് കുറേ ഫാമിലി വർക്ക് ചെയ്യണവരാണ്. ഇവനൊരാൾ കൊമേഡിയനാണ്, നാട്ടിലും ഒരേ നാട്ടുകാർ തന്നെയാണ്. അങ്ങനെ ഇവൻ്റെ കിച്ചണിക്ക് കയറി. അപ്പോൾ കിച്ചണിൽ കയറിയപ്പോൾ ഞാൻ അവരോട് ചോദിച്ചോട്ടെ കുവൈറ്റുകളൊന്നും ഇല്ലയെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞ് 4 മാസത്തോളം ആയിക്കണം ഇവിടുന്ന് പോയിട്ട്, സാഫർ പോയതാണ്. അത് കേട്ടപ്പോൾ ഞാൻ ചോദിച്ചു, അങ്ങനെയൊക്കെ തന്നെയാണല്ലോ ലൈഫ്, അങ്ങനെ 4 മാസം ഇപ്പോൾ ഒരു പണിയില്ലല്ലോ ഇവിടെ ഇങ്ങനെ ഇരിക്കാമെന്ന്. അപ്പോൾ തന്നെ അവന് റീപ്ലെന്ന് ഈ വീട് മൊത്തം ഞങ്ങൾ നോക്കണ്ടേന്ന്. പിന്നെ ഇവിടെ വേറൊരു ഹൗസ് ബോയ് ഉണ്ട്, ഹൗസ് ബോയിൻ്റെ ഫ്രണ്ടിനെ കൂട്ടുന്നൊക്കെ ഞങ്ങോട്ട് വന്നിക്കണത്. അങ്ങനെയാണ് അവന് പ്രതീക്ഷിക്കാതെ കണ്ടത്. അങ്ങനെ അവന് കയ്യിലൊക്കെ എടുത്ത് ഓനുണ്ടാക്കിയ നെയ്ച്ചോറാണ്. നെയ്ച്ചോറ് വിളമ്പാൻ വേണ്ടിയിട്ട് തുടങ്ങി. നല്ല കാണുമ്പോൾ തന്നെ ഉഷാറുള്ള ചോറാണ് കേട്ടോ ഉണ്ടാക്കിക്കണത്. പിന്നെ അവൻ തമാശയൊക്കെ പറഞ്ഞ് ഇങ്ങനെ ചോറൊക്കെ വിളമ്പി തന്ന്. പിന്നെ അതിക്ക് ചിക്കൻ കറി ഉണ്ടായിരുന്നു, ചിക്കൻ കറിയും ചോറും കൂടെ കൂട്ടി അച്ചാറും തന്ന് നാട്ടിൽ നിന്ന് കൊടുന്ന. ചോറൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, നല്ല രുചി കൂടി തന്നെ കഴിച്ച് 3 നാളും കഴിച്ച്. ഞങ്ങൾ നാട്ടിലെത്താനൊക്കെ പറഞ്ഞിരുന്ന് നാട്ടിലെ സങ്കടങ്ങളും സന്തോഷങ്ങളും എല്ലാം പറഞ്ഞ് അതിൻ്റെ ഇടയിൽ കൂടെ വീടുണ്ടാക്കലും എല്ലാം കഴിഞ്ഞ് ആ ഒറ്റ ഇരുത്തത്തിൽ. അങ്ങനെ ഇരുന്ന് ഞങ്ങളൊരു 4 മണി വരെയെങ്കിലും ഇരുന്നിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഇടയ്ക്ക് അവരോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഉറങ്ങാൻ പോകണമെങ്കിൽ ചോദിച്ചാൽ. അപ്പോൾ ഇവർ പറഞ്ഞു ഉറങ്ങൊന്നും വേണ്ട, ഞങ്ങൾ ലീവിന് പോകുള്ളവരാണ് രണ്ടാളും, ഇനിയിപ്പോൾ ഉറങ്ങൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അതും കഴിഞ്ഞ് ചെറിയൊരു പിക്കും എടുത്തിട്ട് പിന്നെ ശരി ഞാൻ പിന്നെ കാണാമെന്ന് പറഞ്ഞാൽ വീട്ടിലേക്ക് പോകുന്നു.